എല്ലാവർക്കും സ്വാഗതം. കൂടാളി പഞ്ചായത്തിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ നമ്മുടെ മട്ടന്നൂർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വ്യവസായ സംരംഭങ്ങൾ അനുദിനം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന കൂടാളിയും കീഴല്ലൂരും മട്ടന്നൂരും ഒക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പഞ്ചായത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് ആളുകൾ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുക. അപ്പോൾ ഈ ബജറ്റിനകത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത തോന്നി. ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ നിലവിൽ തന്നെ ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയ വ്യവസായങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ബജറ്റാണ് പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. സജീവട, എന്താണ് ഇത്തവണത്തെ ബജറ്റിലെ പ്രധാനമായും ആളുകൾക്ക് ഗുണകരമായി തോന്നുന്നത്? വ്യാവസായിക മേഖലയിൽ നമ്മൾ പുതിയ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് കൂടാളിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കിൻഫ്ര വ്യവസായ പാർക്കിന് വേണ്ടി കൂടാളി പഞ്ചായത്തിനകത്ത് 1030 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ 2021 ആരംഭിച്ച് 4-1 വിജ്ഞാപനം വന്നു. ഇപ്പോൾ 2025 അതിൻ്റെ 11-1 വിജ്ഞാപനം പൂർത്തീകരിച്ചു. അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1030 ഏക്കർ കൂടാളി പഞ്ചായത്തിലെ പട്ടാന്നൂർ റവന്യൂ വില്ലേജിലെ 3 ദേശങ്ങളും അതുപോലെ തന്നെ കൂടാളി റവന്യൂ വില്ലേജിലെ മുട്ടന്നൂർ ദേശം ഉൾപ്പെടെ ഈ പറഞ്ഞ മേഖലയിൽ 1030 ഏക്കർ ഭൂമി ഇപ്പോൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ മട്ടന്നൂരിലേക്ക് ഇൻഫ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ വ്യവസായ സംരംഭം തുടങ്ങാൻ വേണ്ടി അവർ മുന്നോട്ട് വരികയും അതിനുവേണ്ടിയുള്ള ഭൂമിക്ക് ആവശ്യമായിട്ട് കിൻഫ്രയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം നേരത്തെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റെടുത്തിട്ടുള്ള മേഖലയിൽ നിൽക്കുന്ന ഭൂമിയാണ് അവർക്ക് ആവശ്യമായിട്ട് മലബാർ അതെ അത്തരമൊരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കൂടാളി പഞ്ചായത്തിനകത്തെ ഭൂമിയാണ് കിൻഫ്ര നേരത്തെ ഏറ്റെടുത്ത കൂടാളി പഞ്ചായത്തിനകത്തെ ഭൂമിയാണ് അവർക്ക് ആവശ്യമായി നൽകാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മുടെ കൂടാളി പഞ്ചായത്തിൻ്റെ മറ്റൊരു മേഖല ബങ്കണപ്പറമ്പ് മേഖലയിൽ ഈ വർഷം തന്നെ കൈത്തറി ഗ്രാമം പദ്ധതി നമ്മുടെ ശൈലി ടീച്ചറാണ് ഇപ്പോൾ അത് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സമയത്ത് അതിനൊരു തുടക്കം കുറിച്ചു. പക്ഷെ അത് ഇടയ്ക്ക് അത് നിന്നുപോയി. ഈ വർഷം അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കം അതിൻ്റെ ഭാഗമായിട്ടൊരു തറക്കല്ലിടൽ ചടങ്ങ് ഇപ്പം ഈ മാർച്ച് മാസം 4-ാം തീയതി വൈകുന്നേരം നമ്മുടെ ബഹുമാന്യായ കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രി തറക്കല്ലിട്ടുകൊണ്ട് ശൈലി ടീച്ചർ അധ്യക്ഷം വഹിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ്. അതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നതും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ച് ഈ പഞ്ചായത്തിൻ്റെ ചുറ്റുപാടും എത്തുകയും ചെയ്യുന്ന ഒരു വികസന പ്രവർത്തനം കൂടി അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇനി അത് പോരാതെ നമ്മൾ സാധാരണ എല്ലാ ബജറ്റുകളിലും കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യവും വലിയ പരിഗണനയും നൽകാറുണ്ട്. ഈ കൂടാളി പഞ്ചായത്തിൽ ഞാൻ കണ്ടത് ഇപ്പം വരുന്ന പുതിയ കാലത്ത് കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ്. കാരണം കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഇത് എന്ന് പറയുമ്പോൾ പിന്നീട് ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. പക്ഷേ അങ്ങനെയല്ല, കൂടാളി ചില്ലി എന്ന പേരിൽ ഒരു പദ്ധതി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എത്രത്തോളമാണ് അതിൻ്റെ സാധ്യത, എങ്ങനെയാണ്? അതെ, അത് നമുക്കൊരു ബ്രാൻഡ് നെയിമിൽ നമുക്ക് മുളക് പൊടി നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നമ്മുടെ തരിശ് മേഖലയിൽ നിൽക്കുന്ന സ്ഥലങ്ങളാകെ കൃഷിയോഗ്യമാക്കുക. അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. കൂടാളിയെ തരിശുരഹിത പഞ്ചായത്താക്കുന്ന പ്രവർത്തനങ്ങൾക്കകത്തൊരു തുടക്കം കുറിക്കുക. അതിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് JLG പോലുള്ള ഗ്രൂപ്പുകൾ, ഒരു വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതല്ല, നമുക്ക് ഗ്രൂപ്പുകൾ, അത് JLG ഗ്രൂപ്പുകളാവാം, മറ്റ് ഇതര ഗ്രൂപ്പുകളാവാം. ആ ഗ്രൂപ്പുകൾ വിശാലമായ സ്ഥലത്ത് ഈ മുളക് കൃഷി ചെയ്ത് ആ മുളക് നമ്മൾ നല്ല വിലക്ക് അത് സംഭരിച്ച് ഒരു സംരംഭം ഉണ്ടാക്കി അവിടെ അത് പൊടിച്ച് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ കൂടാളിയുടെ ബ്രാൻഡ് നെയിമിൽ കൂടാളി പഞ്ചായത്ത് ശേഖരിച്ച് അതിനകത്തൊരു സംരംഭം ഉണ്ടാക്കി ആ സംരംഭം ഈ പറഞ്ഞ മുളക് ശേഖരിച്ച് അത് പൊടിച്ച് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള മുളക് പൊടി നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രാൻഡ് നെയിം കൂടാളി ചില്ലി. അടുത്ത രണ്ടാമത്തെ ബജറ്റ് ആകുമ്പോഴേക്ക് ആ റെഡ് ചില്ലി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, കൂടാളി ചില്ലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആളുകൾ വീടിനോട് ചേർന്ന് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതിനുവേണ്ടി പെണ്ണാടുകളെ വിതരണം ചെയ്യുന്ന പദ്ധതി കൂടി അതിനകത്തുണ്ട്. അതെ, നമ്മുടെ പഞ്ചായത്തിനകത്ത് മുട്ടക്കോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ ആളുകൾക്ക് നമ്മൾ പ്രയാസപ്പെട്ട് നമ്മുടെ BPL കുടുംബങ്ങൾക്ക് നമ്മൾ അതിനകത്തൊരു വരുമാന പരിധി എപ്പോഴും അതിനകത്ത് സബ്സിഡിക്ക് മാനദണ്ഡമായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാനാവില്ല. പക്ഷേ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കാൻ സാധിക്കുക, ആ കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് കോഴിയും
അതിന്റെ ഭാഗമായി കൂടും നൽകാൻ സാധിക്കുന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ വിതരണം ചെയ്ത് ആട് ഇതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പെണ്ണാടുകളെ വിതരണം ചെയ്ത് ഈ പറഞ്ഞ അത് വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതി. അതുപോലെ തന്നെ കറവ പശുവിനെ നമ്മളത് പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്ത എന്നുള്ളതിലേക്ക് കറവ പശുവിനെ വിതരണം ചെയ്യാൻ സാധിക്കുന്ന പദ്ധതി. അങ്ങനെ കാർഷിക അനുബന്ധ മേഖലയിൽ നമുക്ക് കുറെ കൂടി പദ്ധതികൾ ആലോചിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ അത് സ്വാഭാവികമായും ഈ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. നിങ്ങളെ പരിഗണിക്കേണ്ടതാണ് എന്ന് തോന്നുകയല്ലാതെ പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കും. യെസ്, അതാണ് എന്തായാലും. അപ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ മടിക്കണ്ട. പ്രസിഡന്റിനോടോ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ പറഞ്ഞാൽ നിങ്ങൾ പരിഗണിക്കപ്പെടേണ്ടവരാണെങ്കിൽ പരിഗണിച്ചിരിക്കും എന്നുള്ള ഉറപ്പ് കൂടി നമ്മളിപ്പോൾ തരികയാണ്. അപ്പോൾ മറ്റൊരു കാര്യം മാലിന്യ സംസ്കരണമാണ്. ഇതെല്ലാ ഭാഗത്തും നടക്കുന്നതാണ്. നമുക്ക് അറിയുന്ന പോലെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ മാലിന്യം അങ്ങനെ കണ്ടുപോകാനില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സ്വാഭാവികമായിട്ടും വികസനം വരുമ്പോൾ ഇതുകൂടി കൂടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാലിന്യ സംസ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചത്? മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ മുമ്പിൽ 18 വാർഡുകളാണ് നിലവിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 20 വാർഡുകളായി. അപ്പോൾ നേരത്തെ തന്നെ 36 ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിൽ വാതിൽപ്പടിയായിട്ട് വീടുകളിൽ പോയി ഈ പറഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം. അത് നമ്മൾ മാലിന്യങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കാൻ സാധിക്കുന്ന തരത്തിൽ റിംഗ് കമ്പോസ്റ്റുകൾ നമ്മൾ എല്ലാ വീടുകളിലും കൊടുത്തു. ഇപ്പോൾ ഈ വർഷം ഇനി പുതിയ വീടുകൾ ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ആ പുതിയ വീടുകൾക്ക് കൂടി ഈ വർഷത്തെ പദ്ധതിയിൽ റിംഗ് കമ്പോസ്റ്റ് കൊടുത്ത് 100% വീടുകൾക്കും റിംഗ് കമ്പോസ്റ്റ് കൊടുത്ത് നമ്മൾ ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ സംസ്കരിക്കുന്ന ഒന്നായിട്ട് നമ്മൾ അതിനകത്ത് മാറ്റാനുള്ള ഒരു പരിശ്രമം, അതിൻ്റെ തുടക്കം കഴിഞ്ഞ വർഷം തുടങ്ങിയാണ്. ഈ വർഷത്തോട് നമ്മൾ അത് പൂർത്തീകരിക്കും. അതിന് രണ്ടാം ഘട്ടമാണ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അതിൽ നമ്മൾ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല ശേഖരിക്കുക, നമുക്ക് കൃത്യമായ ഇടവേളകളിൽ അതുപോലെ തന്നെ തുകൽ ചെരുപ്പുകൾ, ബാഗുകൾ, അതുപോലെ തന്നെ തുണികൾ, അതുപോലെ തന്നെ വേസ്റ്റ്, അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെ എല്ലാം ശേഖരിച്ച് ഓരോ വീടിനകത്തും മാലിന്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്ന ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നത്, നിലവിൽ 4 പേരിലുള്ള പിന്നെ നമ്മുടെ MCF കേന്ദ്രത്തിനകത്ത് മാത്രം ഇത് ശേഖരിച്ചാൽ പോരാ. അതുകൊണ്ട് നമ്മൾ മറ്റൊരു കേന്ദ്രം, നമ്മുടെ ബങ്ങണപ്പറമ്പിലെ വ്യവസായ കേന്ദ്രം, ആ വ്യവസായ കേന്ദ്രത്തിനകത്ത് നമ്മളൊരു സ്പേസ് പ്രത്യേകമായിട്ടുണ്ടാക്കി ഈ വർഷം ഒരു പുതിയ കെട്ടിടം കൂടി ഈ പറയുന്ന MCF അതിനകത്ത് ശേഖരിച്ചു കൊണ്ടുപോയിട്ടുള്ള വാർഡുകളിൽ നിന്ന് ശേഖരിച്ചത് അവിടെ എത്തിക്കുകയും അത് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കേണ്ടത് കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാനെല്ലാം സാധിക്കാനുള്ള ഒരു സംവിധാനം, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനം, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാൻ കൂടി നമ്മൾ വലിയ രീതിയിൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തെരുവുനായ ശല്യമാണ്. അതിന് നമുക്കറിയാം കല്യാട് ഒരു ABC കേന്ദ്രമുണ്ട്. അത് കൂടാതെ പഞ്ചായത്ത് തന്നെ ഒരു ABC കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഈ അടുത്ത ബജറ്റിന് മുന്നേ പൂർത്തിയാക്കണം. അപ്പൊ നമുക്കത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിൽ കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അതെല്ലാം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ പറഞ്ഞ ABC കേന്ദ്രം പോരാ. നമ്മളിപ്പോൾ ABC കേന്ദ്രത്തിനകത്ത് തെരുവുനായികളെ വന്ധ്യകരണം ചെയ്ത് അതിനകത്ത് ഒഴിവാക്കുകയാണ്. അവരെ ഇപ്പോൾ പിന്നെ സുപ്രീം കോടതിയുടെ വിധി തന്നെ പറയുന്നത് തെരുവുനായികളെ പ്രത്യേക ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കണം. അവർ ഈ പറഞ്ഞ വന്ധ്യംകരിച്ച് ആ ഷെൽട്ടർ ഹോമിൽ അതിന് ആവശ്യമായ പരിപാലനം ഉൾപ്പെടെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അത് സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അത് ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ഇത്തവണ മാറ്റിവെച്ചു. ഇത് മറ്റൊരു പ്രത്യേകത ഈ ബജറ്റ് കണ്ടത് വയോജന കേന്ദ്രങ്ങൾക്ക് കെയർ ട്രാക്കർമാരെ നിയമിക്കും. അത് എവിടെയും കണ്ടില്ല. ഞങ്ങൾ ഇത്തവണ ആലോചിച്ചത്, അത് ഞങ്ങൾ അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് 3 വയോജന കേന്ദ്രങ്ങളുണ്ട്. ആ 3 വയോജന കേന്ദ്രങ്ങൾ അതൊരു പകൽ വീടുകളായിട്ട് മാറ്റാൻ സാധിക്കുന്നത്. അവർക്ക് രാവിലെ വന്നാൽ അവർക്ക് അവിടെ ഒരു ഷെൽട്ടറായിട്ട് അവർക്ക് വിനോദത്തിനും വിജ്ഞാനത്തിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നതിൽ അവരെ പരിപാലിക്കാൻ ഓരോ കേന്ദ്രത്തിനും നമുക്ക് ഒരു ഹോണറേറിയം പോലെ കൊടുത്ത് 3 പേരെ നിയമിച്ച് അവരിത് പരിപാലനം ചെയ്ത് ഈ പറയുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ സാധിക്കുന്നതിൽ നമുക്ക് കൊളപ്പയിലും കൊടോളിപ്പുറത്തും അതുപോലെ തന്നെ പൂവത്തൂരുമുള്ള 3 വയോജന വിശ്രമ കേന്ദ്രങ്ങൾ പകൽ വീടുകളാക്കി അവിടെ കെയർടേക്കർമാരെ നിശ്ചയിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് ഞങ്ങൾ ഇത്തവണ ആലോചിക്കുന്നത്. യെസ്, അതാണ് ഒരു മാതൃകാ പ്രവർത്തന, ഒരു എല്ലാം മാതൃകാ പ്രവർത്തനം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്. ഒപ്പം തന്നെ കൂടാളി ഫെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ് ഹാപ്പിനെസ് ഫെസ്റ്റ്. കാരണം സന്തോഷം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല, സന്തോഷം ഉണ്ടാവണം. അപ്പോൾ ആ സന്തോഷത്തിനുള്ള പരിശ്രമമാണ്. അതെ അതെ, കൂടാളി ഫെസ്റ്റ് എന്നത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി മുന്നോട്ട് വെച്ചതായിരുന്നു. പക്ഷെ പലപ്പോഴും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് നല്ല ഭൗതിക സാഹചര്യങ്ങൾ, നമുക്ക്
കൂടാളിയിൽ നമുക്ക് നടത്താൻ സാധിക്കും. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളുമുണ്ട്. അവിടെ നമുക്ക് ഈ വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും അതുപോലെ കാർഷിക വിപണനവും അതിൻ്റെ ഭാഗമുള്ള പ്രദർശനവും ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു മിനിമം ഒരു 10 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിനകത്തെ എല്ലാ ഭാഗത്തും ആളുകൾക്ക്, തൊട്ടടുത്ത പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം കടന്നു വരാൻ കഴിയുന്ന ഒരു വലിയ പരിപാടിയായിട്ട് ഈ വർഷം ഒരു കേന്ദ്രത്തിൽ പരിപാടി നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അത് വിപുലപ്പെടുത്താം. ഇത്തവണ നമുക്കൊരു കേന്ദ്രത്തിൽ നമുക്കത് ഒരു വിപുലമായ പരിപാടിയോടുകൂടി നടത്തണമെന്നുള്ള ഒരു ആലോചന ഞങ്ങൾ നടത്തും. അതാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് ഇത്തവണ ഒരു തവണത്തെ കേന്ദ്രീകരിച്ചും പിന്നീട് പല ഇടങ്ങളിലായും നടത്താവുന്ന രീതിയിലാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞ പോലെ വ്യവസായ സംരംഭങ്ങൾ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. കാരണം അവരാരും ദൂരെ പോകാതിരിക്കാൻ നമ്മുടെ സമീപത്ത് ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്തരം സംരംഭങ്ങൾ വരുന്നതോടുകൂടി ഉണ്ടാകുന്നത്. അതിനുള്ള എല്ലാ സൗകര്യവും പഞ്ചായത്ത് ഒരുക്കുന്നതെന്നാണ് ബജറ്റിൽ പ്രധാനമായും പറയുന്നത്. നമുക്കറിയുന്ന പോലെ ഈ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ വിമാനത്താവളത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പഞ്ചായത്തുകളാണ് ഇതൊക്കെ. അപ്പോൾ ആളുകൾ വലിയ ആകാംക്ഷയോടാണ് ഈ ബജറ്റൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായ ബജറ്റാണ് ഇത്തവണ പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. സജീവട്ട, ഇനി ആളുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് കാണുന്നവരോട്. അതെ, ഞങ്ങൾ കൂടാളിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് തീർച്ചയായും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ അവതരിപ്പിച്ച ബജറ്റ് പൂർത്തീകരിക്കാൻ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ഈ വർഷത്തെ പദ്ധതി രൂപീകരിക്കാൻ സാധിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളും അതിനകത്ത് ജനങ്ങളുടെ ആകെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ബഡ്ജറ്റിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. അത് കേവലമായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക മാത്രമല്ല, അത് വിജയിപ്പിക്കാൻ, അത് പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ എല്ലാം സഹകരണം ആവശ്യമാണ്. ആ സഹകരണങ്ങൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി വെച്ചുകൊണ്ട് നമുക്ക് സമഗ്രമായിട്ടുള്ള കൂടാളിയുടെ വികസനത്തിന് ഈ ബജറ്റും അതിൻ്റെ നിർദ്ദേശങ്ങളും പ്രാവർത്തികമായി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുമെന്നത് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കും. യെസ്, ഈ ബജറ്റ് ആരംഭിക്കുന്നത് തന്നെ നമ്മൾ സാധാരണ വലിയ വലിയ കവികളുടെ കവിതയിലൂടെയാണ്. പക്ഷേ നമ്മുടെ ഈ കൂടാളി പഞ്ചായത്തിൻ്റെ ബജറ്റ് തുടങ്ങുന്നത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പ്രസാദ് കൂടാളിയുടെ ചെടിമരത്തിൻ്റെ ഒരു ചെറിയ പതിപ്പല്ല, അവയ്ക്കുമുണ്ട് വൃക്ഷത്തെ പോലെ ചില്ല വിടർത്താൻ ഒരവകാശവും വേരു താഴ്ത്താൻ ഒരു ഭൂമിയും എന്ന് തുടങ്ങുന്ന കവിതയിലൂടെയാണ് ബജറ്റ് ആരംഭിക്കുന്നത്. അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷമായി. നമ്മുടെ സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ നാട്ടിലുള്ള ആ കവിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടും ഈ ബജറ്റ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അനിൽ മട്ടനിലാണ്. വീണ്ടും മറ്റൊരു കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം. സത്യം പറഞ്ഞ ടോപ്പ് വെൽ എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.